Hi friends, welcome all. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓർത്തോഗണൽ ഫംഗ്ഷൻസിനെ പറ്റിയിട്ടായിരുന്നു. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ ഓർത്തോഗണൽ ഫംഗ്ഷൻസിൻ്റെ ഡെഫിനിഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ക്വയർ നോം, അതേപോലെ നോം തുടങ്ങിയിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ, അതിൻ്റെ ബേസിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ലെക്ചറാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിൾ ആണ് നോക്കുന്നത്. ഒരു എക്സാമ്പിൾ ഗിവൺ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുന്നത്, ഷോ ദാറ്റ് ദ സെറ്റ് 1 cos x cos 2x etc is orthogonal on the interval -pi, pi. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഒരു ഗിവൺ സെറ്റ് ഓഫ് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ആ വെക്ടേഴ്സ് -π, π എന്നുള്ള ഇന്റർവെല്ലിൽ ഓർത്തോഗണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഓർത്തോഗണൽ ആവാനുള്ള ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. നമുക്കൊരു ഗിവൺ സെറ്റ് ഓഫ് ഇക്വേഷൻസ് തന്നു. ലെറ്റ് ഇറ്റ് ബി φ0, φ1 എക്സെട്ര φm എക്സെട്ര. ഈ ഒരു രൂപത്തിലാണ് ഇക്വേഷൻ തന്നത് എന്ന് എഴുതാം. φk എന്ന് എഴുതാം. അങ്ങനെ ഈ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ്, സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് φ0, φ1 എക്സെട്ര φ1 എന്നുള്ളത് ഒരു ഫംഗ്ഷൻസ് ആണ്. എ ബി എന്നുള്ള ഇന്റർവെല്ലിൽ ഓർത്തോഗണൽ ആവാൻ ഇന്റഗ്രൽ എ ടു ബി φm ഓഫ് എക്സ് ഇൻറ്റു φn ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 ആയിരിക്കണം ഫോർ ഓൾ m, n ആൻഡ് m നോട്ട് ഈക്വൽ ടു n. ദാറ്റ് മീൻസ് ഡെഫിനിഷൻ പറയുന്നത്, ഈ സെറ്റിലെ ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ് എടുത്താലും അവർ തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റിനാണ് ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്തത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് φm, φn എന്നായിരുന്നു. സോ ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സിന്റെയും ഇന്നർ പ്രൊഡക്റ്റ് എ ബി എന്നുള്ള ഇന്റർവെല്ലിൽ 0 ആണ് വാല്യൂ തരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ഫംഗ്ഷൻസ് എന്താണെന്ന്, ഓർത്തോഗണൽ ഫംഗ്ഷൻസ് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എല്ലാ ഫംഗ്ഷൻസും അങ്ങനെ ഓർത്തോഗണൽ ആണെങ്കിൽ നമ്മൾ പറയും ആ സെറ്റ് തന്നെ ഓർത്തോഗണൽ ആണ്. സോ ഇവിടെ നമുക്ക് ഗിവൺ ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ 1 cos x cos 2x എക്സെട്ര ഈ ഒരു രൂപത്തിലാണ് ഫംഗ്ഷൻസിന്റെ കളക്ഷൻ വരുന്നത്. അപ്പൊ ഈ സെറ്റ് ഓർത്തോഗണൽ ആണ് -π, π എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് -π, π എന്നുള്ള ഇന്റർവെല്ലിൽ ഇതിലെ ഏത് രണ്ട് ഫംഗ്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്തും 0 ആണ് എന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് ഈ സെറ്റ് ഓർത്തോഗണൽ ഫംഗ്ഷൻസ് ആണ്, ഈ സെറ്റ് ഓർത്തോഗണൽ സെറ്റ് ആണെന്ന് ക്ലെയിം ചെയ്യാം. സോ അവർ എയിം ഈസ് ടു പ്രൂവ് ദാറ്റ് any two functions, inner product of any two functions in this set is 0. Okay. സോ നമുക്ക് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, സെറ്റ് ആയിട്ട് തന്നിട്ടുള്ളത് 1 cos x cos 2x എക്സെട്ര. ഈ സെറ്റിലുള്ള എല്ലാവരും തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം. ഇന്നർ പ്രൊഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ ഇന്നർ പ്രൊഡക്റ്റ് 0 ആണെന്ന് റിസൾട്ട് പ്രൂവ് ചെയ്താൽ നമുക്ക് പറയാം ഈ സെറ്റ് എന്താണെന്ന്, ഓർത്തോഗണൽ ആണെന്ന്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ 1നെ φ0 എന്നും ഈ cos എക്സിനെ φ1 cos 2xനെ φ2 എക്സെട്ര ഈ രൂപത്തിൽ മാർക്ക് ചെയ്തു. സോ ജനറലി നമുക്ക് എന്ത് പറയാം, φ0 ഈക്വൽ ടു 1, φ2 φ3 φ1 ഇവരൊക്കെ എന്താ വരുന്നത്, φmന്റെ വാല്യൂ ജനറലി എന്ത് പറയാം, cos mx എന്ന് പറയാം. സോ φm ഈസ് cos mx, φ0 ഈസ് 1, φn നമുക്ക് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം, cos nx എന്നുള്ള രൂപത്തിൽ എഴുതാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇന്നർ പ്രൊഡക്റ്റും ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് φm, φn ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താൽ, ഈ ഒരു സാധനം എല്ലാ എമ്മിനും എന്നിനും പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം, സെറ്റ് ഓർത്തോഗണൽ ആണെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ φ0 φn, അതായത് n നോട്ട് ഈക്വൽ ടു 0, n നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള ഒരു നമ്പർ എടുക്കുക. ഫൈനോട്ടിനേറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ ജനറലി എമ്മിനും എന്നിനും നമുക്ക് റിസൾട്ട് ഉണ്ട്, പക്ഷെ φ0 ആകുന്ന സമയത്ത് എന്താണ്, 1 ആണ്. സോ അവർ എയിം ഈസ് ടു പ്രൂവ് ദാറ്റ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് φ0 φn ഈക്വൽ ടു 0 ഫോർ ഓൾ n നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് φm φn equal to 0 for all m, n not equal to 0.
എമ്മും എന്നും 0 അല്ലാത്ത ഏതൊരു നമ്പർ എടുത്താലും അതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് 0 ആണെന്ന് പറയണം. അതേപോലെ ഫൈ നോട്ട് ഫൈ എന്നിൽ ഫൈ നോട്ട് അല്ലാത്ത ഏതും വരാം, അതിൻ്റെ ഇന്നർ പ്രോഡക്റ്റും 0 ആണെന്ന് പറയാം. അപ്പോൾ ആ രണ്ട് റിസൾട്ട് പറയുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ക്ലെയിം ആയി? ദ ഗിവൺ സെറ്റ് ഈസ് ഓർത്തോഗണൽ എന്നുള്ളതിൻ്റെ പ്രൂഫായി. ഓക്കെ, സോ അതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഫൈ നോട്ട് ഫൈ എൻ ആണ്. ഫൈ നോട്ട് ഫൈ എന്നിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി, എന്റെ സ്ഥാനത്ത് മൈനസ് പൈ വരും, ബിന്റെ സ്ഥാനത്ത് പൈ വരും. ഡെഫിനിഷൻ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് സേസ് ദാറ്റ് മൈനസ് എ ടു ബി ഫൈ നോട്ട് ഫൈ എൻ ഡി എക്സ്. ഫൈ നോട്ട് ആരാണ്? 1 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈ നോട്ടിനെ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഫൈ എന്നിനെ കോസ് എൻ എക്സ് എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമ്മൾ ഡി എക്സിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. എക്സ് എന്നുള്ള വേരിയബിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് എൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ ആയിട്ട് സൈൻ എൻ എക്സ് ബൈ എൻ വരും, വിച്ച് ഈസ് സൈൻ എൻ എക്സ് ബൈ എൻ ആൻഡ് ലിമിറ്റ് ഫ്രം മൈനസ് പൈ ടു പൈ. ഇനി 1 ബൈ എന്നിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് 1 ബൈ എൻ സൈൻ ഓഫ് എൻ പൈ മൈനസ് സൈൻ ഓഫ് മൈനസ് എൻ പൈ എന്ന് വരും. ഓക്കെ, ഇനി സൈൻ എൻ പൈൻ്റെ വാല്യൂ എന്താണ്? പൈയുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ സൈൻ എൻ പൈ 0 ആണ്. ഇവിടെ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്നുള്ള ഒരു രൂപത്തിലാണ് ഈ ഒരു എക്സ്പ്രഷൻ വരുന്നത്. സോ സൈൻ ഓഫ് മൈനസ് തീറ്റനെ നമുക്ക് മൈനസ് ഓഫ് സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ പ്ലസ് സൈൻ എൻ പൈ എന്ന് വരും. സൈൻ എൻ പൈയുടെ വാല്യൂ 0 ആണ്. സോ ടോട്ടലി 1 ബൈ എൻ ഇൻറ്റു 0 മൈനസ് 0 വരും. ഫൈനൽ ആൻസർ ഈസ് 0. സോ if n not equal to 0, then the inner product of phi naught phi n equal to 0. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എമ്മും എന്നും ഈക്വൽ അല്ല, അവർ 0യും എല്ലാന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് 0 ആണെന്നാണ് നമുക്ക് നെക്സ്റ്റ് ക്ലെയിം ചെയ്യേണ്ടത്. സോ അവർ നെക്സ്റ്റ് ക്ലെയിം ഈസ് ടു പ്രൂവ് ദാറ്റ് if m not equal to n and inner product of m not equal to n and m and n are not equal to 0, then our aim is to prove that inner product of phi m comma phi n equal to 0. By definition, which is equal to minus a to b. a ന്റെ സ്ഥാനത്ത് മൈനസ് പൈ കൊടുത്തു, ബിന്റെ സ്ഥാനത്ത് പൈ കൊടുത്തു. രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് phi m ഇൻറ്റു phi n, which is equal to cos mx. phi m cos mx ആണ്, cos nx ആണ് phi n. സോ മൈനസ് പൈ ടു പൈ cos mx cos nx dx എന്ന് എഴുതാം. നൗ ഇവിടെ നമുക്ക് cos a cos b എന്നുള്ള ഒരു റിസൾട്ട് ആണ്. അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്കറിയാവുന്ന ഒരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ആണ്. cos a cos b എന്നുള്ള ഫോർമാറ്റിലാണ്. അതിന്റെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ആണ് 1/2 cos ഓഫ് a പ്ലസ് ബി പ്ലസ് cos ഓഫ് a മൈനസ് ബി. നമ്മൾ ഇവിടെ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 1/2 cos ഓഫ് a പ്ലസ് ബി പ്ലസ് cos ഓഫ് a മൈനസ് ബി എന്നുള്ള ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി വരുമ്പോൾ എന്റെ സ്ഥാനത്ത് എം എക്സ് ആണ്, ബിന്റെ സ്ഥാനത്ത് എൻ എക്സ് ആണ്. സോ എം എക്സ് പ്ലസ് എൻ എക്സ് വരും. കോമൺ ആയിട്ട് ആര് ഔട്ട് സൈഡ് എടുക്കാം? എക്സിനെ ഔട്ട് സൈഡ് എടുക്കാം. കോസ് ഓഫ് എം എക്സ് പ്ലസ് എൻ എക്സ് വരും. രണ്ടിലും എക്സ് ഉണ്ട്. സോ എം പ്ലസ് എൻ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. കോസ് ഓഫ് എം പ്ലസ് എൻ എക്സ് പ്ലസ് കോസ് ഓഫ് എം മൈനസ് എൻ ഇൻറ്റു എക്സ്. അതായത് കോസ് ഓഫ് എ മൈനസ് ബി ആണ്. എം എക്സ് മൈനസ് എൻ എക്സ് വരും. എം മൈനസ് എൻ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ഇനി കോസ് ഓഫ് എം പ്ലസ് എന്നിന്റെ റിസൾട്ട് സൈൻ ഓഫ് എം പ്ലസ് എൻ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ എക്സ് വരും. കോസ് ഓഫ് എം മൈനസ് എൻ എക്സിന്റെ റിസൾട്ട് കോസ് എ ബിയുടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് സൈൻ എ ബി ബൈ എ വരും. ഇവിടെ എന്റെ സ്ഥാനത്ത് എം മൈനസ് എൻ ആണ്. സോ ഇന്റഗ്രൽ ഓഫ് കോസ് എം മൈനസ് എൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എം മൈനസ് എൻ ഡിവൈഡഡ് ബൈ എം മൈനസ് എക്സ് വരും. മൈനസ് പൈ മുതൽ പൈ വരെ ലിമിറ്റ് കൊടുക്കുക. ഇവിടെ പൈയിന്റെ മൾട്ടിപ്പിൾ ആണ് ഇവിടെയും വരിക, ഇവിടെയും പൈയിന്റെ മൾട്ടിപ്പിൾ ആണ് വരിക. സൈന് പൈയിന്റെ മൾട്ടിപ്പിളിലൊക്കെ 0 ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂ 0 വരും. സോ 1/2 into 0 final answer വരും. That is equal to 0. Hence, inner product of phi m comma phi n equal to 0 for all m comma n, m not equal to n and m n and n are not equal to 0, and inner product of phi naught phi n equal to 0 for every n not equal to 0. Hence, each of the given functions in the set are orthogonal. Hence, the given set is orthogonal. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുന്നത് ഫൈൻഡ് ദ നോംസ് ഓഫ് ഈച്ച് ഫങ്ഷൻസ് ഇൻ ദ ഓർത്തോഗണൽ സെറ്റ് ഗിവൺ ഇൻ എക്സാമ്പിൾ 2 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് 1 cos x cos 2x എക്സെട്ര എന്നുള്ള ഗിവൺ സെറ്റിലെ ഓരോ എലമെന്റ്സിന്റെയും
നോം ഇവാലുവേറ്റ് ചെയ്യാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോം എന്താണെന്നുള്ളൊരു കോൺസെപ്റ്റ് പറയണം. ഒരു ഫംഗ്ഷൻ തന്നാൽ ആ ഫംഗ്ഷൻ നോം എന്താണെന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. ജസ്റ്റ് എഫ് എൻ ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ എടുക്കുക. ലെറ്റ് എഫ് എൻ ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ ഇൻ ദ വേരിയബിൾ എക്സ്. ആ എഫ് എൻ ഓഫ് എക്സിന്റെ നോം എന്ന് പറഞ്ഞാൽ എഫ് എൻ ഓഫ് എക്സിനായിട്ട് തന്നെ ഇന്നർ പ്രോഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക. ദ നോം ഓഫ് എഫ് എൻ ഓഫ് എക്സ് ഈസ് ഗിവൺ ബൈ the square norm of fn of x is given by the inner product of fn of x with fn of x, which is denoted by norm of fn of x the square. Square norm നെ നമ്മൾ ഈ ഒരു രൂപത്തിൽ ഡിനോട്ട് ചെയ്യും. And which is defined by the definition of inner product, which is equal to a to b fn of x into fn of x dx. fn of x into fn of x നെ വേണമെങ്കിൽ fn of x ന്റെ സ്ക്വയർ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാം. സോ norm of fn of x, the square norm of fn of x is given by integral a to b fn of x the square dx. ഈ ഫംഗ്ഷന്റെ റൂട്ടിനെയാണ് നമ്മൾ എന്ത് നോം ഓഫ് എഫ് എൻ ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. നോം ഓഫ് എഫ് എൻ ഓഫ് എക്സ്. അപ്പൊ നോം ഓഫ് എൻ ഓഫ് എക്സ് ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ ആദ്യം ആരെ ഇവാലുവേറ്റ് ചെയ്യാം? സ്ക്വയർ നോമിനെ ഇവാലുവേറ്റ് ചെയ്യുക. സ്ക്വയർ നോമിനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ റൂട്ട് ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? നോമിനെ കിട്ടും. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമ്മളെ ഫംഗ്ഷന് 1 cos x cos 2x എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ അതിലെ ഫസ്റ്റ് ഫംഗ്ഷൻ മാത്രം കോസിന്റെ ടേമിലല്ല, ബാക്കിയുള്ളതൊക്കെ കോസ് എന്നുള്ളൊരു രൂപത്തിലാണ്. അപ്പൊ ഇതിനെ ഞാൻ ഫൈ നോട്ട്, ഇതിനെ ഫൈ 1, ഇതിനെ ഫൈ 2 എന്നുള്ള രൂപത്തിൽ വിളിക്കുകയാണെങ്കിൽ ഫൈ നോട്ട് ഈക്വൽ ടു 1 ആണ്. പക്ഷേ ഫൈ നോട്ട് 1 ഈക്വൽ ആണ്. ഫൈ എമ്മുകളൊക്കെ എന്തിന് ഈക്വൽ ആണ്? കോസ് എമ്മിന്, അല്ലെങ്കിൽ ഫൈ എൻ എന്ന് എഴുതാം. ഫൈ എന്നുകളൊക്കെ കോസ് എൻ എക്സിന് ഈക്വൽ ആണ് വെൻ എൻ ഗ്രേറ്റർ ദാൻ 0. എൻ 0നെക്കാട്ടിയും വലുതാകുന്ന സമയത്ത് കോസ് എൻ എക്സും എൻ 0 ആകുന്ന സമയത്ത് 1ഉം ആണ് കിട്ടുന്നത്. സോ നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത്, നോം ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഫൈ നോട്ടിൻ്റെതും ഇവാലുവേറ്റ് ചെയ്യുക, ഫൈ എന്നിൻ്റെതും ഇവാലുവേറ്റ് ചെയ്യുക. അതിൻ്റെ റൂട്ടുകളെ നമ്മൾ ഫൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൈ നോട്ട് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ആണെന്ന് ഗിവൺ ആണ്. അപ്പോൾ ആ ഗിവൺ ഫൈ നോട്ട് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 കൊടുത്തു. സ്ക്വയർ നോമിന്റെ ഡെഫിനിഷൻ പ്രകാരം ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ 1 സ്ക്വയർ വരും. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആണ്. എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2π എന്ന് വരും. കാരണം എക്സ് ഇൻറ്റു മൈനസ് പൈ മുതൽ പൈ വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പർ ലിമിറ്റ് പൈയും ലോവർ ലിമിറ്റ് മൈനസ് പൈയും കൊടുക്കുന്ന സമയത്ത് പൈ മൈനസ് മൈനസ് പൈ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π. ദോ the norm of phi naught is equal to 2π. Now, square norm of phi naught is equal to 2π. Hence, the norm of phi naught is equal to root of 2π. ഇനി നമ്മൾ n ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ ഫൈ എൻ ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? കോസ് എൻ എക്സ് എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. അതിന്റെ സ്ക്വയർ നോം മൈനസ് പൈ ടു പൈ ഫൈ എൻ ഇൻറ്റു ഫൈ എൻ, ദാറ്റ് മീൻസ് കോസ് എൻ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് വരും. അതിന്റെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എൻ എക്സിന് ഈക്വൽ ആണ്. സോ ഇന്റഗ്രൽ ഫ്രം മൈനസ് പൈ ടു പൈ കോസ് സ്ക്വയർ എൻ എക്സ് ഡി എക്സ്. ഇനി കോസ് സ്ക്വയർ എൻ എക്സിന് നമുക്കൊരു റിസൾട്ട് അറിയാം. കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2. അപ്പൊ ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് ആരെ വരുന്നത്? എൻ എക്സ് ആണ്. അപ്പൊ 1 പ്ലസ് കോസ് 2 തീറ്റയുടെ സ്ഥാനത്ത് എൻ എക്സ് കൊടുത്തു, ബൈ 2 ഉണ്ടാവും. ആ ബൈ 2നെ നമ്മൾ പുറത്ത് 1 ബൈ 2 എന്നുള്ള രൂപത്തിൽ എഴുതി. സോ ഇന്റഗ്രൽ ഫ്രം 1 ബൈ 2 ടു മൈനസ് പൈ ടു പൈ 1 പ്ലസ് കോസ് 2 എൻ എക്സ് ഡി എക്സ്. ഇനി ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പൈയുടെ ഇന്റഗ്രൽ 1ന്റെ ഇന്റഗ്രൽ എന്തായിട്ട് മാറും? എക്സ് ആയിട്ട് മാറും. അതിന്റെ ആൻസർ 2π വരും. കോസ് 2n എക്സിന്റെ ഇത് സൈൻ എൻ എക്സ് ബൈ എൻ വരും. അതിന്റെ ആൻസർ 0 വരും. സോ 2π ബൈ 2. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ഡിസ്കഷൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലായിട്ട് ചെയ്യാം. താങ്ക് യു.